നേതൃത്വത്തെ വെല്ലുവിളിച്ച് കെ സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് കണ്ണൂരിലേക്ക്. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സുധാകരന്റെ നീക്കം തടഞ്ഞ നേതാക്കൾ. വൈകാരിക പ്രതികരണവുമായി കോൺഗ്രസ് അണികൾ. പ്രതിസന്ധി മാറാതെ കോൺഗ്രസ് നേതൃത്വം. KPCC നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് കെ സുധാകരൻ MP രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാർ മത്സരിക്കേണ്ടെന്ന തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊള്ളുകയും തന്നെ ബോധപൂർവം അവഗണിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കി മാറ്റിയത്. പാർലമെന്റ് സമ്മേളനം അവസാനിക്കും മുമ്പ് തന്നെ ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ സുധാകരൻ തന്റെ വിശ്വസ്തരുമായി ചർച്ച ചെയ്ത ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് വരികയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സുധാകരനെ ആസൂത്രിതമായി വഞ്ചിച്ചു എന്ന വികാരമാണ് സുധാകരനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്ന ഉറപ്പാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ദേശീയ നേതാക്കൾ നൽകിയിരുന്നത്. ഈ ഒത്തുതീർപ്പിനെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയാമെന്നിരിക്കെ അവസാന റൗണ്ടിൽ നിയമസഭാ സീറ്റ് നൽകാതെ സുധാകരനെ അവഗണിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ വാദം. MPമാർ ഇത്തവണ മത്സരിക്കേണ്ട എന്ന പൊതുനിലപാട് കൈക്കൊള്ളുമ്പോൾ മുൻനിശ്ചയപ്രകാരം കെ സുധാകരന് ഇളവ് നൽകേണ്ടതാണ്. അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മുതിർന്ന നേതാക്കളായ VD സതീശനും രമേശ് ചെന്നിത്തലയുമെല്ലാം അദ്ദേഹത്തിനെതിരെ പരോക്ഷ വിമർശനം നടത്തുകയും ചെയ്തു. പ്രകോപിതനായ കെ സുധാകരൻ പാർലമെന്റ് സമ്മേളനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ഇതാണ് പ്രധാന കാരണം. കണ്ണൂരിൽ തിരിച്ചെത്തിയ സുധാകരൻ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ വൈകാരിക പ്രതികരണം അതിവേഗമാണ് കത്തിപ്പടർന്നത്. കണ്ണൂർ എന്ന വികാരത്തിൽ നിന്ന് തന്നെ അടർത്തി മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന വിധത്തിലാണ് കുറിപ്പിന്റെ പൊതുവികാരം. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ സഹോദരരെ പൊരുതി സംരക്ഷിച്ചിട്ടുണ്ട്. ഞാനറിയാത്ത കണ്ണൂരില്ല, എന്നറിയാത്ത കണ്ണൂരുമില്ല എന്ന വിധത്തിലാണ് പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിലെ മറ്റ് പ്രതികരണങ്ങൾ ഈ വിധത്തിലാണ്. കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയറ്റ മുഖവുമാണ്. കണ്ണൂർ ഹൃദയരക്തമിറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിനു വേണ്ടി കോൺഗ്രസിൻ്റെ ത്രിവർണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്കുപിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തലയുയർത്തി നിൽക്കും. സുധാകരന്റെ ആഹ്വാനം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരനെ അവഗണിക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് നേതൃത്വം വലിയ വില നൽകേണ്ടി വരുമെന്ന ബോർഡുകളും പോസ്റ്ററുകളും DCC ഓഫീസിനരികിലും കണ്ണൂർ നഗരത്തിലും വ്യാപകമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സുധാകരൻ ഉയർത്തുന്ന വാദഗതികളോട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് പൂർണ്ണമായും യോജിപ്പില്ല. കാരണം കേരളത്തിലെ മറ്റ് MPമാരെ മാറ്റി നിർത്തി സുധാകരന് വേണ്ടി മാത്രം വിട്ടുവീഴ്ച ചെയ്താൽ അത് വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്ന വികാരമാണ് ഹൈക്കമാൻഡിന് ഉള്ളത്. അസമിലെ MP ഗൗരവ് ഗൊഗോയ്ക്ക് നിയമസഭയിൽ മത്സരിക്കാൻ അവസരം നൽകിയത് ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിലെ MPമാർ തങ്ങൾക്കും മത്സരിക്കണമെന്ന ആവശ്യം ഉയർത്തുന്നത്. എന്നാൽ അസമിൽ പ്രത്യേക സാഹചര്യമാണെന്നും കേരളത്തിലെ സ്ഥിതി അതല്ലെന്നുമാണ് ഹൈക്കമാൻഡ് നൽകുന്ന വിശദീകരണം. അതേസമയം സുധാകരൻ അടക്കം ഒരു സിറ്റിംഗ് MPയെയും മത്സരിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് VD സതീശനും ചെന്നിത്തലയുമെല്ലാം. കെ സുധാകരന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്താൽ ഇതേ ആവശ്യവുമായി മറ്റ് MPമാരും രംഗത്തെത്തുമെന്നും ഇത് UDFന്റെ സാധ്യതയെ തന്നെ അട്ടിമറിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. കെ സുധാകരന് അസംതൃപ്തിയില്ലെന്നും മണ്ഡലത്തിൽ പ്രത്യേക പരിപാടി ഉള്ളതിനാലാണ് സുധാകരൻ കണ്ണൂരിലേക്ക് തിരിച്ചു വന്നതെന്നുമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അവകാശവാദം. കണ്ണൂർ രാഷ്ട്രീയത്തിലെ അതികായകനായ കെ സുധാകരനെ പിണക്കിയാൽ വടക്കൻ കേരളത്തിലെ പല സീറ്റുകളും നഷ്ടമാകുമെന്ന ആശങ്ക KPCC നേതൃത്വത്തിനുണ്ട്. സണ്ണി ജോസഫും ശൈലജ ടീച്ചറും അഭിമുഖമായി എത്തുന്ന പേരാവൂരിൽ സുധാകരന്റെ അനുയായികൾ സണ്ണി ജോസഫിനെ കാലുവാരുമോ എന്ന ഭീതിയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു വിധത്തിലും കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. എന്നാൽ കണ്ണൂരിൽ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കെ സുധാകരനും അനുയായികളും തയ്യാറാകാത്തതാണ് സ്ഥിതിഗതികളെ ഏറെ കലുഷിതമാക്കി മാറ്റുന്നത്.